ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് എങ്ങനെ ഒരു വെബ് പേജ് നമുക്ക് നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ചാറ്റ് ജി പി ടി ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ, അത് സബ്ലൈം ആകെ 5 MB താഴെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് സബ്ലൈം ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു ലിങ്ക് വരും. ഓക്കെ, ഇതിൽ ഏറ്റവും ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ രണ്ടാമത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് തുറക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ക്യാൻവാസ് ആണ് വരിക. ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് നമുക്ക് ചാറ്റ് ജി പി ടി തുറക്കാം. ചാറ്റ് ജി പി ടി നമുക്ക് എടുക്കാം. ഓക്കെ, ചാറ്റ് ജി പി ടിയിൽ നമുക്ക് ഇനി അടുത്തത് ടൈപ്പ് ചെയ്യേണ്ടത് നമുക്ക് എന്താണോ ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്രിയേറ്റ് HTML വെബ് പേജ് ഫോർ യൂട്യൂബേഴ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് എന്നിട്ട് റൺ അയച്ചു നോക്കാം. ഓക്കെ, കോഡ് റൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കോഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അധികമൊന്നുമില്ല, കുറച്ച് കോഡ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഈ കോഡ്, ഇത്രയും കോഡ് ഉണ്ട്. ഇത്രയും കോഡ് നമുക്കൊന്ന് ജസ്റ്റ് മുകളിൽ കോപ്പീൻ്റെ ബട്ടൺ ഉണ്ട്. ആ കോപ്പീൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോഡൊന്ന് കോപ്പി ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് സബ്ലൈം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് Ctrl+V ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഒന്ന് പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് Ctrl+V അടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് Ctrl+S സേവ് ചെയ്യാം. വേണമെങ്കിൽ മുകളിൽ ഫയൽസിൽ കയറി സേവ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+S അടിച്ച് സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫോൾഡർ കാണിച്ചു കൊടുക്കാം. എവിടെയാണോ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും, അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇടാം. എന്നിട്ട് ഞാൻ ഫയൽ നെയിമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് index.html എന്നാണ് ഞാൻ സേവ് ചെയ്തത്. ഓക്കെ, സേവ് ചെയ്ത് ഇനി ജസ്റ്റ് നമുക്ക് ആ ഫോൾഡർ കയറി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫോൾഡറിൽ ഒരു index.html എന്നുള്ള ഒരു ഫയൽ കണ്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ക്രോമിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് നമുക്ക് നമ്മളെ കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനി ഇതിൽ ജസ്റ്റ് നമുക്ക് ടെസ്റ്റോ ഹെഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വീണ്ടും നമുക്ക് സബ്ലൈമിലേക്ക് വരിക. അതിൽ നമുക്ക് കുറച്ച് താഴത്തേക്ക് നമ്മളെ കൊടുത്ത എവിടെ എന്താണോ ടൈറ്റിൽ കൊടുത്താൽ ടൈറ്റിൽ തൊട്ട് താഴായിട്ട് കാണുക യൂട്യൂബേഴ്സ് ഹബ്ബ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് ചില അവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ KL Gateway എന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ Gateway ടൈപ്പ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് കോംപ്ലിക്കേറ്റ് ആക്കണില്ല എന്ന രീതിയിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്താ പറയുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചാറ്റ് ജി പി ടി തന്നെ നമുക്ക് തന്ന കോഡ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ ഫോൺ നമ്പറോ അഡ്രസ്സോ അല്ലെങ്കിൽ പ്ലേസോ ലൊക്കേഷനൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ചാറ്റ് ജി പി ടി തന്നെ പോയിട്ട് പറഞ്ഞാൽ മതി. ജസ്റ്റ് നമുക്ക് ചാറ്റ് ജി പി ടി എടുത്തിട്ട് നമുക്ക് കോഡിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ പറയാം. ജസ്റ്റ് ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് ആഡ് ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്ത് പറഞ്ഞിട്ട് ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒരു ഫോൺ നമ്പർ, ഏതെങ്കിലും ഡമ്മി ഫോൺ നമ്പർ അടിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഡമ്മായിട്ട് ചെയ്യല്ലേ. അപ്പോൾ ഫോൺ നമ്പറും പിന്നെ പ്ലേസും ഇത് രണ്ടും തന്നെയാണ് ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഡമ്മിയായിട്ട് ഫോൺ നമ്പർ അടിക്കുകയാണ്. ഓക്കെ, ഫോൺ നമ്പർ ഞാൻ ഡമ്മിയായിട്ട് അടിച്ചു. പിന്നെ നമുക്ക് പ്ലേസ് നമുക്ക് ജസ്റ്റ് കേരള എന്നുള്ളത് നമുക്ക് കൊടുക്കാം. കേരള എന്നുള്ളത് കൊടുത്തിട്ട് റൺ ചെയ്യാം. ജസ്റ്റ് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഡ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ അത് കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നേരത്തെ കൊടുക്കുന്ന കോഡ് കംപ്ലീറ്റ് നമുക്ക് കളയാം. Ctrl+A അടിച്ച് സെലക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമുക്ക് പുതിയ വന്ന കോഡ് നമുക്ക് കംപ്ലീറ്റ് അതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് Ctrl+S അല്ലെങ്കിൽ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഫയൽ കയറിയിട്ട് സേവ് അടിച്ചാലും മതി. നമുക്ക് സേവ് ചെയ്തു. ഇനി ജസ്റ്റ് നമുക്ക് നമ്മളെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. പേര് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ നമ്പർ, ലൊക്കേഷൻ പുതിയതവിടെ വന്നിട്ടുണ്ട്, അത് ആഡ് ആക്കാം. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ ഹോസ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണ്. ഓക്കെ, അതുവരെ ഗുഡ് ബൈ.